തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ 13 വയസ്സുകാരിക്കായി അന്വേഷണം തുടരുന്നതിനിടെ കുട്ടി ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്തതിന് തെളിവ്. ട്രെയിനിലിരിക്കുന്ന കുട്ടിയുടെ ചിത്രം സഹയാത്രികയായ ബബിത എന്ന വ്യക്തിയാണ് പകർത്തിയത്. ട്രെയിൻ നെയ്യാറ്റിൻകരയിലെത്തിയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. സംശയാസ്പദമായ സാഹചര്യം തോന്നിയതിനാലാണ് മൊബൈലിൽ ഫോട്ടോ പകർത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30യോടെയാണ് അസം സ്വദേശികളുടെ മകളെ കാണാതായത്. തുടർന്ന് കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴക്കൂട്ടത്തെ വിവിധ ഭാഗങ്ങളിലെ CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന കഴക്കൂട്ടം വടക്കുംഭാഗ വീട്ടിൽ നിന്നാണ് കാണാതായത്. അമ്മയോട് പിണങ്ങി ഇറങ്ങിപ്പോയതാണെന്നാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. രാവിലെ കുട്ടിയെ അമ്മ മർദ്ദിച്ചിരുന്നു. രാവിലെ 8 മണിക്ക് ശേഷം മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്ത് പെൺകുട്ടി അനുജത്തിയുമായി വഴക്കിട്ടതായി പോലീസ് പറഞ്ഞു. രാവിലെ 9:45 വീട്ടിൽ തിരിച്ചെത്തിയ അമ്മ കുട്ടിയെ ശകാരിച്ച ശേഷം ജോലിക്ക് പോയി. ഇതിന്റെ വൈരാഗ്യത്തിൽ കുട്ടി പിണങ്ങിപ്പോയതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. പെൺകുട്ടി ബാഗും വസ്ത്രങ്ങളും എടുത്തതായി പോലീസ് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കാണാതായ ദിവസം വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് രക്ഷകർത്താക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞത്. കണിയാപുരം മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 2 ആഴ്ചക്ക് മുൻപാണ് കുടുംബം കഴക്കൂട്ടത്ത് വാടകയ്ക്ക് താമസിക്കാനെത്തിയത്. സംഭവം അറിഞ്ഞയുടൻ കഴക്കൂട്ടം പോലീസ് മറ്റു സ്റ്റേഷനുകളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും വിവരം കൈമാറി. പരിസരങ്ങളിലെ CCTVകൾ പോലീസ് പരിശോധിച്ചെങ്കിലും കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല. രാത്രി വൈകിയും DCP ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ സബർചൻ കുമാർ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. പെൺകുട്ടിയെ കണ്ടെത്തുന്നതിനു വേണ്ടി സിറ്റി ഷാഡോ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയിച്ചു. അതേസമയം കാണാതായ 13-കാരിയുടെ സഹോദരൻ വാഹിദ് 3 വർഷങ്ങൾക്ക് മുൻപ് നാടുവിട്ട ആളാണ്. സഹോദരൻ ബാംഗ്ലൂരിലാണുള്ളത്. പെൺകുട്ടിയെ കാണാതായിട്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. വാഹിദ് ഇപ്പോൾ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ്. ഇയാളിൽ നിന്നും പോലീസ് ഫോൺ വിവരങ്ങളും തേടിയിട്ടുണ്ട്. കുട്ടി സഹോദരനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് സഹോദരന്റെ ഫോൺ വിവരങ്ങൾ പോലീസ് തേടിയിരിക്കുന്നത്. സഹോദരി തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് സഹോദരൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്തുള്ളത് പെൺകുട്ടിയുടെ രണ്ടാനമ്മയാണെന്നും ഇവർ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് അയൽവാസി പറയുന്നത്. ഇക്കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല.